ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാമിയും തങ്കച്ചിയും മാലിനിയെക്കുറിച്ച് പറയുകയാണ്. എനിക്കൊരു അജ്ഞാത സന്ദേശമാണ് വന്നിട്ടുള്ളത്. അതാരാണെന്നുള്ളത് സ്വാമി കണ്ടുപിടിക്കണം. അപ്പോൾ സ്വാമി പറയാണ്, ഒരു പക്ഷേ മാലിനിയുടെ ശത്രുവാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് തങ്കച്ചിയെ ഇങ്ങനെ ഒരു സന്ദേശം അറിയിച്ചിട്ടുള്ളത്. ആയാലും ശരി, സ്വാമി അത് കണ്ടുപിടിക്കുക എങ്കിൽ നമുക്കത് ഭാവിയിൽ ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട്. ഞാൻ എത്രയും പെട്ടെന്ന് അജ്ഞാതനെ കുറിച്ച് കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് സ്വാമി പോവുകയാണ് കേട്ടോ. പിന്നീട് ദേവികയും മനോഹരനും പ്രിയയും മുത്തശ്ശിക്കിട്ടൊരു പണി കൊടുക്കുക. മുത്തശ്ശി എനിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞ് അഭിനയിക്കുന്ന സമയത്ത് മുത്തശ്ശിയെ മനോഹരനും പ്രിയയും കൂടി ഹോളിൽ കൊടുന്നിരുത്തുകയാണ്. എന്നിട്ട് ദേവിക ഒരു ഗ്ലാസ് പാവയ്ക്ക ജ്യൂസും ബോയിൽഡ് പച്ചക്കറികളൊക്കെ കൊടുന്നു കൊടുക്കാട്ടോ. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത് മുത്തശ്ശിക്ക് കഴിക്കാനുള്ളതാണ്, എനിക്കിതൊന്നും വേണ്ട, എനിക്ക് പച്ചക്കറികളൊന്നും പിടിക്കില്ല, എനിക്ക് നല്ല മീൻകറി കൂട്ടി ചോറ് തിന്നണം എന്നുള്ളത് നിനക്കറിയില്ലേ. അതിന് മുത്തശ്ശി മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല മീൻകറിയും വെച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞ് കൊഞ്ചു തീയലും വെച്ചിട്ടുണ്ട്, എങ്കിൽ പെട്ടെന്ന് പോയി എടുത്തുകൊണ്ട് വാ പ്രിയെ എന്ന് പറയുമ്പോൾ അത് പറ്റില്ല മുത്തശ്ശിക്കിപ്പോൾ അതൊന്നും കഴിക്കാൻ പറ്റില്ല. അതെന്താ എനിക്ക് കഴിക്കാൻ പറ്റാത്തത്? അപ്പോൾ മനോഹരൻ പറയണേ, അല്ല അമ്മേ, അമ്മയ്ക്ക് വയ്യാത്തതല്ലേ, അപ്പോൾ പഥ്യമുണ്ട്, അതുകൊണ്ടാണ് മീൻകറിയൊന്നും കൂട്ടരുത് എന്ന് പറയുന്നത്. അതുകൊണ്ട് അമ്മ ഇതങ്ങ് കഴിച്ചേക്ക്. എനിക്ക് വേണ്ട മനോഹര, അത് പറ്റില്ല എന്ന് ദേവിക പറയട്ടോ. അപ്പോൾ ദേവിക പറയണേ, അല്ല മുത്തശ്ശിക്ക് വയ്യാത്തതല്ലേ, അതുകൊണ്ട് ഇനിയിപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യാൻ ഇവിടേക്ക് ഡോക്ടർ വരും. എന്തിന്? അപ്പോൾ മനോഹരൻ പറയണ, അമ്മയെ ഒഴിയാൻ, അമ്മയ്ക്ക് സുഖമില്ല എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ദേവിക പറയണേ, മുത്തശ്ശിയെ ഒലക്ക വെച്ച് ഉരുട്ടാനാണ് വരുന്നത്. ഒലക്കയോ? അതെ, ഇപ്പോൾ അങ്ങനത്തെ ചികിത്സയൊക്കെ ഉണ്ട്, അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഉരുട്ടിക്കോളും അവരും. അത് പിന്നെ പോലീസുകാർ ചെയ്യുന്ന കാര്യമല്ലേ, പോലീസുകാർ ചെയ്യുന്നത് പോലെ ഇപ്പോൾ ഇവരും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് അസുഖം മാറും. അത് കേട്ടതോടുകൂടി മുത്തശ്ശിക്ക് നല്ല പേടിയാവാട്ടോ. അപ്പോൾ മുത്തശ്ശി പറയണേ, എങ്കിൽ ഞാനൊരു സത്യം പറയട്ടെ. എന്താണ്? എനിക്ക് ഒരു അസുഖവുമില്ല മനോഹര, ദേ നോക്ക് എന്ന് പറഞ്ഞ് മുത്തശ്ശി അങ്ങ് ഇരുന്നിടത്ത് അങ്ങ് എണീക്കാൻ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ടൊക്കെ കാണിക്കുകയാണ്. കണ്ടില്ലേ മനോഹര, എനിക്ക് ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ഇതുവരെയല്ലേ അമ്മയ്ക്ക് അസുഖമാണെന്ന് പറഞ്ഞത്, തീരെ വയ്യ എന്നൊക്കെ പറഞ്ഞത്? അത് പിന്നെ ഞാൻ ദേവിക ഹോസ്പിറ്റലിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, പ്രേമയുടെ അടുത്തേക്ക് ദേവിക പോവാതിരിക്കാൻ പറഞ്ഞതാണ്, അല്ലാതെ എനിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് മുത്തശ്ശി പറഞ്ഞതോടുകൂടി അങ്ങനെ വരട്ടെ അമ്മേ, ഞങ്ങൾക്കിത് ആദ്യമേ മനസ്സിലായി. രാവിലെ തന്നെ അമ്മയുടെ ഈ അഭിനയം കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അതെങ്ങനെ മനോഹര? എൻ്റെ അമ്മയെ എന്നേക്കാൾ കൂടുതൽ വേറെ ആർക്കറിയാനാണ്? അതുകൊണ്ട് അമ്മയ്ക്കിട്ടൊരു പണി തന്നത് തന്നെയാണ്. അപ്പോൾ മുത്തശ്ശി ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി നിൽക്കാൻ കേട്ടോ. എന്ത് പറ്റി? ഇനി ഒന്നും മിണ്ടാനില്ലേ? അമ്മയ്ക്ക് നല്ല അഭിനയിക്കാനുള്ള കഴിവുണ്ട്, അമ്മയ്ക്ക് വല്ല ചാൻസും വാങ്ങി തരട്ടെ എന്നൊക്കെ പറഞ്ഞാണ് അവരിയ്ക്കുന്നത്. അപ്പോഴേക്കും മുത്തശ്ശി ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ദേവിക പിന്നെ ഹോസ്പിറ്റലിൽ എത്തുകയാണ്. എന്നിട്ട് പ്രേമയെ ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അങ്ങനെ രംഗൻ ഡിസ്ചാർജുമായിട്ട് വരിക കേട്ടോ. അപ്പോഴത്തേക്കും സിദ്ധുവും കൂടി വരികയാണ്. സിദ്ധു പറയാണ്, ജാമ്യാപേക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ട്, വിഷ്ണുവിനെ ജാമ്യത്തിൽ ഇറക്കാനുള്ള. അതിന് വിഷ്ണുവിന് ജാമ്യം കൊടുത്തിട്ടുണ്ടോ? കിട്ടാനൊന്നും സാധ്യതയില്ല, തരാതിരിക്കാൻ വേണ്ടിയാണ് കോടതി നോക്കുകയുള്ളൂ. കാരണം അവൻ അങ്ങനത്തെ ക്രൈം അല്ലേ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് പെട്ടെന്നൊന്നും ജാമ്യം കിട്ടുമെന്ന് തോന്നുന്നില്ല. പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല എതിർപ്പുണ്ടാവും, എന്നാലും ജാമ്യം കിട്ടുവാൻ വേണ്ടി ഞാനും ശ്രമിക്കും. അപ്പോഴത്തേക്കും രംഗം പറയണേ, ഡിസ്ചാർജൊക്കെ കിട്ടി, ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാമെന്ന് പറയട്ടോ. അപ്പോൾ ദേവിക പറയണേ, അതിൻ്റെ മുന്നേ ഒരു അത്ഭുതമുണ്ടായി സിദ്ധു. പ്രേമേച്ചി സംസാരിക്കലൊക്കെ തുടങ്ങി. ആണോ എന്ന് കേൾക്കുമ്പോൾ സിദ്ധുവിന് ഒരുപാട് സന്തോഷമാവും കേട്ടോ. പക്ഷേ പ്രേമേച്ചിക്ക് ഒന്നും ഓർമ്മയില്ല, കഴിഞ്ഞതൊന്നും തന്നെ ഓർമ്മയില്ല. അത് കേട്ടപ്പോൾ സിദ്ധുവിന് വിഷമമാവാണ്. എന്നിട്ട് ഇതാരാണെന്ന് മനസ്സിലായോ എന്ന് ദേവിക പ്രേമയോട് ചോദിക്കുമ്പോൾ പ്രേമ അഭിനയിച്ചുകൊണ്ട് പറയണ, എനിക്ക് മനസ്സിലായി, ഇവനെ മനസ്സിലായില്ലെങ്കിൽ പിന്നെ ആരെ മനസ്സിലാവാനാണ്? അപ്പോൾ ദേവിക അങ്ങ് അതിശയിച്ച് പോവാട്ടോ. ഇനിയിപ്പോൾ സത്യങ്ങളൊക്കെ പ്രേമിച്ച് പറയുമോ എന്നുള്ള ഭാവത്തിലോട്ടോ. എന്നിട്ട് പ്രേമ പറയാണ്, ഇത് വക്കീലല്ലേ, കണ്ടില്ലേ കോട്ടയ്ക്ക്, അപ്പോൾ വക്കീലിനെ അറിയാത്തവർ ആരാണുള്ളത്? അല്ലാതെ ഈ പയ്യനെ ഞാൻ ഇതുവരെയൊന്നും കണ്ടിട്ടില്ല, എനിക്കറിയില്ല ഈ പയ്യൻ ആരാണെന്നുള്ളത്, വക്കീലാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ സിദ്ധു പറയണേ, കുഴപ്പമില്ല, എത്രയും പെട്ടെന്ന് പ്രേമേച്ചിയുടെ എല്ലാ അസുഖവും മാറുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ദേവിക്ക് പറയണ, ഉറപ്പായും പ്രേമേച്ചിയുടെ ഈ അസുഖമൊക്കെ മാറി പഴയത് ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടുമെന്നുള്ളത് എനിക്കും ഉറപ്പുണ്ട് എന്ന് പറഞ്ഞ് അവർ 4 പേരും കൂടി നേരെ വീട്ടിലേക്ക് പോവാട്ടോ. വീട്ടിലെത്തിയ ഉടനെ തന്നെ ചന്ദ്രയ്ക്ക് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. പ്രേമയെ വന്നതോടുകൂടി ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിന് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ലല്ലോ എന്നുള്ള ഭാവത്തിലാണ് ചന്ദ്ര നിൽക്കുന്നത്. എന്നിട്ട് മോളെ എന്ന് അച്ഛൻ വിളിക്കുമ്പോൾ അച്ഛ എന്ന് പ്രേമയോ അങ്ങ് അറിയാതെ അങ്ങ് വിളിച്ചു പോവാട്ടോ. അത് കണ്ടപ്പോൾ ദേവിക അതിശയിച്ച് പോവാട്ടോ. അപ്പോൾ സിദ്ധു ചോദിക്കുകയാണ്, അച്ഛനെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അച്ഛനെ ആർക്കാണ് ഓർമ്മയില്ലാത്തത്? അദ്ദേഹത്തെ കണ്ടാൽ അറിയില്ലേ ഇത് അച്ഛനാണെന്നുള്ളത്, അല്ലാതെ അച്ഛനെ കയറി അമ്മാവ എന്ന് വിളിക്കാൻ വഴിയില്ലല്ലോ. അപ്പോൾ സിദ്ധു ഒന്നും മിണ്ടാതിരിക്കാൻ കേട്ടോ. അപ്പോൾ ദേവിക പറയാണ്, അല്ല ഈ നിൽക്കുന്നത് ആരാണെന്നുള്ളത് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രയെ ദേഷ്യത്തിൽ പ്രേമ നോക്കുകയാണ് കേട്ടോ. എനിക്ക് മനസ്സിലായി, ഈ വീട്ടിലെ വേലക്കാരിയാണോ? അത് കേട്ടപ്പോൾ ചന്ദ്രയ്ക്കങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. എന്നെ കണ്ട വേലക്കാരിയായിട്ട് തോന്നുമോ? തോന്നുന്നുണ്ടല്ലോ, നീ ഇവിടുത്തെ വേലക്കാരിയാണെന്ന് നിന്നെ കണ്ടാൽ തന്നെ അറിയുന്നുണ്ട്. അപ്പോൾ സിദ്ധു പറയാണ്, ഇവളിവിടെ
അഭയാർത്ഥിയായിട്ട് താമസിക്കുകയാണ്, വേറെ എവിടേക്കും പോവാനില്ല, അതുകൊണ്ട് ഇവിടെ താമസിക്കുകയാണ്. അപ്പോൾ രംഗം പറയണേ, ചന്ദ്ര എന്നാണ് ഇവളുടെ പേര്, സിദ്ധുവിൻ്റെ ഭാര്യയാണ്. സിദ്ധുവിൻ്റെ ഭാര്യയോ? ഇവളെ കണ്ടാൽ അങ്ങനെ തോന്നില്ലല്ലോ. സിദ്ധുവിന് ഇവൾ ഒരു യോജിപ്പുമില്ല. ഈ നിൽക്കുന്ന പെൺകുട്ടിയാണ് സിദ്ധുവിന് യോജിക്കുന്നത്. ഇവളെ കണ്ടാൽ അറിയാം ഇവൾ തരികിടയാണെന്ന്. അത് കേട്ടതോടുകൂടി ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കാട്ടോ. അപ്പോൾ ചന്ദ്ര പറയണേ, നിങ്ങൾക്ക് ഒന്നും ഓർമ്മയില്ല എന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞത്, പിന്നെ എങ്ങനെയാണ് ഞാൻ ഇയാളുടെ ഭാര്യ ആവാൻ ഒരു യോഗ്യതയുമില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞത്? ഞാനൊരു വക്കീലാണ്. നിന്നെ കണ്ട വക്കീലായിട്ട് തോന്നുന്നില്ലല്ലോ. അതെങ്ങനെ നിങ്ങൾക്ക് തോന്നാത്തത്? നിന്നെ കണ്ട തനി ഉഡായിപ്പാണെന്നുള്ളത് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ല എന്നൊക്കെ പറയുന്നത്, നിങ്ങൾക്ക് എന്നെക്കുറിച്ച് കുറ്റം പറയാനൊക്കെ കഴിയുന്നുണ്ടല്ലോ. അപ്പോഴൊന്നും നിങ്ങൾക്ക് എന്താ ഓർമ്മയില്ലാത്തത് പോലെയൊന്നും തോന്നുന്നില്ലല്ലോ. എന്നെ കുറ്റം പറയാൻ നിങ്ങൾക്ക് നല്ല കഴിയുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ദേഷ്യപ്പെടുക കേട്ടോ ചന്ദ്ര. പ്രേമ പറയുന്നുണ്ട്, ദേവികയെ കല്യാണം കഴിച്ചാൽ നിന്റെ ജീവിതം തന്നെ രക്ഷപ്പെടും. ഈ പൂതനയുമായിട്ട് ജീവിച്ചാലേ നിന്റെ കഷ്ടകാലം തുടങ്ങുകയും ചെയ്യും എന്ന് പറയുമ്പോൾ, അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഓർമ്മയില്ല എന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് നിങ്ങൾ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഓർമ്മയില്ല എന്ന് പറയാൻ? നിങ്ങൾക്ക് എന്താ മുഖലക്ഷണം നോക്കി കാര്യം പറയാനുള്ള കഴിവുണ്ട്? എനിക്ക് മുഖലക്ഷണം നോക്കി കാര്യം പറയാനുള്ള കഴിവൊക്കെ ഉണ്ട്. അത് നിന്നെ ഞാൻ തെളിയിച്ചു തരണോ? ദാ ഈ കിടക്കുന്ന സാധനം ഒന്ന് എടുത്തേ എന്ന് പറഞ്ഞിട്ട് അവലും അങ്ങ് നിലത്തിടുകയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്ര മനസ്സോടെ അതെടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ കുമ്പിട്ടതോടുകൂടി ചന്ദ്രയുടെ പുറത്തേക്ക് പ്രേമ ആഞ്ഞടിക്കുകയാണ് കേട്ടോ. ആ ഒരു അടി ചന്ദ്രയ്ക്ക് നന്നായിട്ട് തന്നെ വേദനിക്കുകയാണ്. അപ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന സമയത്ത് ഇവരൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നവരൊക്കെ അങ്ങ് അതിശയിച്ചു പോവാട്ടോ. അപ്പോൾ ദേവിക പുഞ്ചിരിക്കുകയാണ്. എണീച്ച് പണി തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള ഭാവത്തിലിട്ട് പ്രേമ പറയണ, ഇപ്പോൾ മനസ്സിലായോടി എനിക്ക് മുഖലക്ഷണം നോക്കാൻ അറിയാമെന്നുള്ളത്? എന്നെ ആരെങ്കിലും കളിയാക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്രയ്ക്ക് നല്ലൊരു കൂട്ട് കൊടുക്കുന്നത് പ്രേമ. എന്നിട്ട് പ്രേമ പറയാണ്, എൻ്റെ റൂം എവിടെ, എനിക്ക് കാണിച്ചതാ എന്ന് പറയട്ടോ. അങ്ങനെ ദേവികയും പ്രേമയും കൂടി റൂമിലേക്ക് പോവാട്ടോ. എന്നിട്ട് പ്രേമ കാലുമക്കാലും കയറ്റി ഇരുന്നിട്ട് പറയുകയാണ്, എങ്ങനെയുണ്ട് അവൾക്കിട്ട് കൊടുക്കൽ കണ്ടില്ലേ? ഇനിയും അവൾക്കിട്ട് കൊടുക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഞാൻ ആരാണെന്നുള്ളത് അവൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. എൻ്റെ തലക്കടിച്ചതിനുള്ള അവൾ ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അവളെ ഒന്നിങ്ങ് വിളിച്ചേ എന്ന് പറഞ്ഞ് ദേവികയെ പറഞ്ഞു വിടുക കേട്ടോ. അപ്പോൾ ദേവിക ചന്ദ്രയുടെ അടുത്തേക്ക് ചെല്ലും. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ വേദന സഹിക്കാൻ വയ്യാതെ പുറമൊക്കെ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിന്നെ വിളിക്കുന്നുണ്ട് പ്രേമേച്ചി. എന്തിനാണാവോ? എന്നെ വീണ്ടും ഉപദ്രവിക്കാനാണോ? അതൊന്നും അറിയില്ല, നിന്നോട് അങ്ങ് ചെല്ലാൻ പറഞ്ഞു. അല്ല എന്നുണ്ടെങ്കിൽ പ്രേമേച്ചി ഇങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ചന്ദ്ര വീണ്ടും പ്രേമയുടെ റൂമിലേക്ക് ചെല്ലാട്ടോ. എന്താണ് പ്രേമേച്ചി എന്ന് ചോദിക്കുമ്പോൾ, മോളെ എനിക്ക് നിന്നെ നല്ല ഇഷ്ടപ്പെട്ടു, അവളെക്കാളും നല്ലത് നീ തന്നെയാണ്. അത് കേട്ടപ്പോൾ, നിങ്ങൾ അങ്ങനെയല്ലല്ലോ കുറച്ച് നേരത്തെ പറഞ്ഞത്, ദേവികയാണ് നല്ലത് എന്നല്ലേ? പക്ഷേ എനിക്ക് തെറ്റുപറ്റിയതാണ്, നീയാണ് നല്ലത്. എൻ്റെ എല്ലാ കാര്യങ്ങളും നീ തന്നെ നോക്കിയാൽ മതി. എൻ്റെ പ്രേമേച്ചി ഇപ്പോൾ ഇത്ര പെട്ടെന്ന് വാക്ക് മാറിയത്? എന്നെ എല്ലാവർക്കും മുന്നിൽ മുതുകത്തടിച്ചപ്പോൾ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അത് പിന്നെ മോളെ, എനിക്ക് ആ സമയത്ത് എന്തോ ഒരു ഭ്രാന്ത് പോലെ വന്നു. ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല, ഞാൻ തന്നെ അവരോട് പറഞ്ഞോളാം. എങ്കിൽ ഞാൻ അവരെ ഇവിടേക്ക് വിളിക്കാം. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് പ്രേമ ചന്ദ്രയും കൊണ്ട് അവരുടെ അടുത്തേക്ക് ചെല്ലാട്ടെ. എന്നിട്ട് പറയണേ, എന്നെ ഈ നിൽക്കുന്ന ചന്ദ്ര നോക്കിയാൽ മതി. അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്, ദേവിക നോക്കിയാൽ മതി എന്നല്ലേ പറഞ്ഞത്? അല്ല, ഇപ്പം ഞാൻ മാറ്റി. എനിക്കിപ്പോൾ ഇവള് നോക്കിയാൽ മതി. ഇവളെക്കാളും എന്തുകൊണ്ടും നല്ലത് ഇവള് തന്നെയാണ്. എന്താ പ്രേമ നീ പറയുന്നത്? ചന്ദ്ര ആള് ശരിയല്ല. നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി. എനിക്കറിയാം എൻ്റെ കാര്യത്തിൽ ആരും തീരുമാനം എടുക്കണ്ട. ഞാൻ എന്താണോ പറയുന്നത് അതാണ് ഇവിടെ നടക്കേണ്ടത്. അങ്ങനെ ദേവിക്ക് അങ്ങനെ കണ്ണോട് നോക്കുന്നുണ്ട് കേട്ടോ. പ്രേമിച്ച് അടുത്ത എന്തോ ഒരു പണി ചന്ദ്രയ്ക്ക് കൊടുക്കാനുള്ള ഉദ്ദേശത്തിലാണെന്നുള്ളത്. അപ്പോൾ ഹലരംഗ, ഇവളെന്തോ ഒരു മന്ത്രവാദം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പ്രേമ ഇത്രയും പെട്ടെന്ന് വാക്ക് മാറിയത് എന്ന് അച്ഛൻ പറയുമ്പോൾ, ഇവളെ വിശ്വസിക്കരുത് പ്രേമ, ഇവൾ കൊല്ലാൻ പോലും മടിക്കില്ല, ഇവൾ കൊല്ലത്തൊന്നുമില്ല, തലക്കടിക്കുകയേ ഉള്ളൂ എന്ന് പറഞ്ഞ ഉടനെ ചന്ദ്ര അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. അപ്പോൾ ദേവിക്ക് അയ്യോ അബദ്ധമായോ എന്നുള്ള ഭാവത്തിൽ സിദ്ധുവൊക്കെ ഞെട്ടിപ്പോവാട്ടോ. അപ്പോൾ പെട്ടെന്ന് പ്രേമ പറയണ, അല്ല തലക്കടിച്ചിട്ടുണ്ടല്ലോ ആരോ എന്നങ്ങ് പറഞ്ഞതോടെ ചന്ദ്രയ്ക്ക് ആശ്വാസമാവട്ടോ. എൻ്റെ പേര് പറഞ്ഞില്ല എന്നുള്ള ഭാവത്തിൽ. അപ്പോൾ ഇവർക്ക് തീരെ ഓർമ്മയില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. ആരോ തലക്കടിച്ചിട്ടും ഞാൻ ഇവിടേക്ക് തന്നെ കയറി വന്നില്ലേ, എനിക്ക് ഒരു കുഴപ്പവും വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ചന്ദ്ര തന്നെ എന്നെ നോക്കിയാൽ മതി, എനിക്ക് ഒരു കുഴപ്പവും വരില്ല, എനിക്ക് പറ്റിയ കൂട്ട് ചന്ദ്രയാണ് എന്ന് പറയട്ടെ. അപ്പോൾ ദേവികയെ നോക്കുകയാണ് പ്രേമ. എന്നിട്ട് കണ്ണോട് ഇങ്ങനെ കാണിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്ര സന്തോഷത്തിൽ അങ്ങ് പോവാട്ടോ. അങ്ങനെ ദേവിക അങ്ങ് മാറി നിൽക്കുന്ന സമയത്ത് ചന്ദ്ര വീണ്ടും ദേവികയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, നീ ഇനി മേലിൽ ഇവിടേക്ക് വരരുത്. ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാനാണെന്നുള്ളത് ഇപ്പൊ പറഞ്ഞത് കേട്ടില്ല, അതുകൊണ്ട് നിന്റെ സഹായം ഇനി ഇവിടെ വേണ്ട, ഇനി മേലിൽ നീ ഇവിടേക്ക് വരരുത് എന്ന് പറഞ്ഞപ്പോൾ ദേവിക പറയണ, അത് പറയാൻ നീ ആരാടി? ഞാൻ ഇവിടേക്ക് തന്നെ വരികയും ചെയ്യും, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുകയും ചെയ്യും. നീ ആരാടി എന്നോട് ഇങ്ങനെ വരണ്ട എന്ന് പറയാനൊക്കെ? നീ പറഞ്ഞാലൊന്നും ഞാൻ വരാതിരിക്കില്ല, ഞാൻ വരിക തന്നെ ചെയ്യും. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്യേ, അല്ലാതെ എന്നോട് ഇവിടേക്ക് വരണ്ട എന്ന് പറയാൻ നിനക്കൊരു അർഹതയുമില്ല എന്നും പറഞ്ഞാണ് ദേവിക നിൽക്കുന്നത്. അങ്ങനെ ചന്ദ്രക്കിനി പ്രേമയുടെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടാൻ പോവുകയാണ്. അതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.